ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, ഏഞ്ചൽ മീഡിയയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന ദിവസം ധനഹാകാലത്തിന്റെ 3-ാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്ന ദിവസം ചിന്തിക്കുവാനും ധ്യാനിക്കുവാനുമായി തിരുസഭാ മാതാവ് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 7 മുതൽ 19 വരെയുള്ള വാക്യങ്ങളാണ്. ഈ സുവിശേഷ പാതയിലൂടെ കടന്നു പോകുമ്പോൾ ഈശോ തൻ്റെ മുമ്പിലേക്ക് കടന്നു വരുന്ന വ്യക്തികൾക്ക് രോഗശാന്തി നൽകുന്നതും തുടർന്ന് അവരെ വഞ്ചിയിൽ നിന്നുകൊണ്ട് സമുദ്രതീരത്ത് നിന്ന് പഠിപ്പിക്കുന്നതുമായ രംഗങ്ങളും തനിക്ക് ഏറ്റവും പ്രിയമുള്ള 12 പേരെ ഈശോ തിരഞ്ഞെടുക്കുന്നതുമായ രംഗങ്ങളാണ് സുവിശേഷത്തിൽ നമ്മൾ കാണുക. ഇന്നത്തെ ഈ സുവിശേഷത്തിലൂടെ കടന്നുപോയപ്പോൾ എൻ്റെ മനസ്സിൽ പതിഞ്ഞ 2 ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കേണ്ട ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ ചിന്ത ഇപ്രകാരമാണ്: ഈശോയുടെ കൂടെ ആയിരിക്കുവാൻ പരിശ്രമിക്കുന്ന വ്യക്തികൾക്കാണ് ഈശോയുടെ ഒപ്പമായിരിക്കുവാനായിട്ടുള്ള തിരഞ്ഞെടുപ്പിൽ അവസരം ലഭിക്കുക എന്നുള്ളതാണ്. ഇന്നത്തെ ഈ സുവിശേഷത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, ഈശോയുടെ അടുക്കിലേക്ക് ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി, ഈശോയോടുള്ള വലിയൊരു ആകർഷണത്തെ പ്രതി ഒത്തിരി ആളുകൾ അവൻ്റെ അടുക്കിലേക്ക് കടന്നു വരികയാണ്. അവർക്ക് രോഗസൗഖ്യം വേണം, ഈശോയെ ഒന്ന് കാണണം, സ്പർശിക്കണം, ഈശോ പറയുന്ന കാര്യങ്ങൾ കേൾക്കണം. അങ്ങനെ വലിയ ആഗ്രഹത്തോടുകൂടി, ഈശോയുടെ വലിയ സ്നേഹത്തോടുകൂടിയാണ് അവിടെ ഒത്തിരി ആളുകൾ കടന്നു വരിക. എന്നാൽ അവരിൽ നിന്നും ഈശോ തനിക്ക് ഏറ്റവും പ്രിയമുള്ള 12 പേരെ തിരഞ്ഞെടുക്കുന്ന രംഗങ്ങളാണ് നമ്മൾ സുവിശേഷത്തിന്റെ 2-ാമത്തെ ഘട്ടത്തിലേക്ക് വരുമ്പോൾ കാണുക. ഒത്തിരി പേര് തൻ്റെ ചുറ്റുമുണ്ടായിരുന്നെങ്കിലും തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 12 പേരെ ഈശോ തിരഞ്ഞെടുക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ ഇടവകയിലെ കപ്പ്യാര്, നമ്മുടെ കപ്പ്യാര് സമയം കിട്ടുമ്പോൾ കുളത്തിൽ നിന്നോ കിണറ്റിൽ നിന്നോ വെള്ളം കോരും. ഒരു തൊട്ടി വെള്ളം കോരിയ ശേഷം ആ തൊട്ടിയിൽ നിന്നും ഒരു കുപ്പിയിലേക്ക് വെള്ളം നിറയ്ക്കും. ആ കുപ്പി കൊണ്ട് സങ്കീർത്തിലെ അലമാരയിൽ കൊണ്ട് വെക്കും. കുർബാനയ്ക്ക് ഒരുക്കേണ്ട സമയമാകുമ്പോൾ ആ കുപ്പിയിൽ നിന്നും വെള്ളം എടുത്ത് ചെറിയ പാത്രത്തിലേക്ക് ഒഴിക്കും. ആ പാത്രം കൊണ്ട് അൾത്താരയിൽ വെക്കും. അൾത്താരയിൽ കുർബാനയ്ക്ക് ഒരുക്കി വെച്ചിരുന്ന സമയത്ത് ആ വൈദികൻ വന്ന് കുർബാന ചൊല്ലും. കാറസൂസ പ്രാർത്ഥന ഇടയിൽ വൈദികൻ വീഞ്ഞും വെള്ളം ഒരുക്കുന്ന സമയത്ത് ആ ചെറിയ പാത്രത്തിൽ നിന്ന് 1-2 തുള്ളി വെള്ളമെടുത്ത് ഈ പറഞ്ഞ കാസയ്ക്കുള്ളിലേക്ക് വീഞ്ഞിനൊപ്പം ചേർക്കും. അപ്പോൾ അവിടെ ഒരു തിരഞ്ഞെടുപ്പ് നടക്കുന്നു. കുളത്തിൽ ഇഷ്ടംപോലെ വെള്ളം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരു തൊട്ടി വെള്ളം, ആ ഒരു തൊട്ടി വെള്ളത്തിൽ നിന്നും കുപ്പിയിലേക്ക് ഒഴിക്കുമ്പോൾ അവിടെ കുറേ വെള്ളം മിസ്സാവുന്നു. ആ കുപ്പിയിൽ ഒഴിക്കപ്പെട്ട വെള്ളത്തിൽ നിന്ന് ചെറിയ പാത്രത്തിലേക്ക് മാറ്റുമ്പോൾ അവിടെ കുറേ വെള്ളം മാറ്റപ്പെടുന്നു. ആ ഒഴിച്ചു വെച്ചിട്ടുള്ള ചെറിയ പാത്രത്തിൽ നിന്നും വൈദികൻ 2-3 തുള്ളി വെള്ളം എടുത്ത് കുർബാനയ്ക്ക് വേണ്ടി മാറ്റി വയ്ക്കുമ്പോൾ അവിടെ പ്രത്യേകമായ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ആ ഒരു രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഇന്നത്തെ സുവിശേഷത്തിൽ കാണുക. ഈശോയുടെ സ്നേഹമുള്ള ഒത്തിരി ആളുകളിൽ നിന്നും ഈശോ 12 പേരെ തിരഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ചിന്തയിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് എന്താണ്? ഈശോയുടെ കൂടെ ആയിരിക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവൻ നമ്മളെ അവൻ്റെ കൂടെ ചേർക്കുമെന്നുള്ളതാണ്. അതാണ് ഒന്നാമത്തെ ചിന്ത. ഇനി 2-ാമത്തെ ചിന്ത ഇപ്രകാരമാണ്: നമുക്ക് ഏറ്റവും കൂടുതൽ പരിചയമുള്ളവരും നമുക്ക് ഏറ്റവും സ്നേഹമുള്ളവരായിരിക്കും നമുക്ക് ഏറ്റവും വലിയ പാരയായി തീരുക എന്നുള്ളതാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോയുടെ ശിഷ്യന്മാരെ കുറിച്ച് വിവരിക്കുന്ന രംഗത്തിൽ അവസാനത്തെ വാക്യം ഈശോയെ ഒറ്റിക്കൊടുത്ത യൂദാസ് കറിയാത്ത എന്നുള്ള ഒരു വാക്യമാണ്. അപ്പോൾ ഈശോ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരായിട്ട് തിരഞ്ഞെടുത്ത 12 പേര് അവരുടെ മുഖഭാവവും അവരുടെ ഹൃദയത്തിൻ്റെ ഒരു നിഷ്കളങ്കതയൊക്കെ കണ്ട് തിരഞ്ഞെടുത്തതാണ്. നല്ല ഹൃദയമാണല്ലോ, പാവമാണല്ലോ എന്നൊക്കെ ഓർത്ത് ഈശോ കൂടെ കൂട്ടിയ അതിലൊരു വ്യക്തി ഈശോയെ ഒറ്റിക്കൊടുത്തു എന്നുള്ള ഒരു വാക്യം നമ്മളെ ചിന്തിപ്പിക്കണം. നമുക്കറിയാം, നമ്മൾ ചിലരെ കാണുമ്പോൾ പാവമാണല്ലോ, നല്ല മനുഷ്യനാണെന്ന് തോന്നുന്നു, നല്ല സംസാരമൊക്കെയാണ് എന്നൊക്കെ തോന്നി നമ്മൾ അവരോട് കൂട്ടൊക്കെ കൂടി, നമ്മുടെ മനസ്സിന് നല്ല പറ്റിയ ആളാണെന്നൊക്കെ തോന്നി നമ്മളൊക്കെ കൂട്ടുകൂടി അവരെ സ്നേഹിച്ച് നമ്മുടെ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞ് നമ്മൾ അവരുമായിട്ട് ഇങ്ങനെ സൗഹൃദം ഇങ്ങനെ കൊണ്ടുപോകുന്ന ഇടയിലായിരിക്കും നല്ലൊരു അവസരം കിട്ടുമ്പോൾ അദ്ദേഹം നമുക്ക് നല്ലൊരു പാര നൽകുന്നത്. പ്രിയമുള്ളവരെ, ഇത് നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങളാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി കഴിയുമ്പോൾ അറിയാം, നമ്മൾ എത്രയോ ആളുകളായിട്ട് കൂട്ടുകൂടി, നല്ല കൂട്ടായിരുന്നു കൂട്ട്, പിന്നീട് ഒരു ദിവസം വലിയൊരു അടിയായിട്ടൊരു കലഹമായിട്ട് മാറി. പിന്നീട് അവരുമായിട്ടൊന്ന് മിണ്ടാനോ അവരെ കാണുമ്പോൾ ഒന്ന് പുഞ്ചിരിക്കാൻ പോലും സാധിക്കാത്ത സാഹചര്യങ്ങളിലേക്ക് നമ്മൾ വന്നിട്ടുണ്ടാവാം. അതായത് ഇത്രേ ഉള്ളൂ, നമുക്ക് പരിചയമുള്ളവരാണ് നമുക്ക് പിന്നീട് പാരയായിട്ട് മാറാൻ സാധ്യതയുള്ളത്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനും അമേരിക്കൻ പ്രസിഡന്റ് തമ്മിൽ വലിയ പ്രശ്നങ്ങളില്ല. കാരണം അദ്ദേഹത്തിന് എന്നെയും എനിക്ക് അദ്ദേഹത്തെ അറിയത്തില്ല. പരിചയമുള്ളിടത്താണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ ഒരു പരിധി കഴിഞ്ഞ് മനുഷ്യരിൽ ആശ്രയം വെക്കരുത്. ഒരു പരിധി കഴിഞ്ഞ് സൗഹൃദത്തിൽ നിന്ന് കിട്ടുന്ന ആ ഒരു കൂട്ടിൽ നമ്മൾ ആശ്രയം വെക്കരുത് എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയയിൽ സൗഹൃദങ്ങൾക്ക് വലിയ ഹൈപ്പ് കൊടുത്ത് മ്യൂസിക് ഒക്കെ ഇട്ട് അതിൻ്റെ വലിയ ആഴങ്ങളെക്കുറിച്ചൊക്കെയുള്ള കൊട്ടേഷൻസ് ഒക്കെ ഇട്ട് അത് വലിയ സംഭവമാണ് എന്നൊക്കെ കാണിച്ച് പെരുപ്പിച്ച് കാണിക്കുന്ന രീതിയൊക്കെ പൊതുവെ ഉണ്ട്. എന്നാൽ അതിനേക്കാൾ ഉപരി നമ്മൾ ആശ്രയിക്കേണ്ടത് കൂടുതലും ദൈവത്തിലാണ്. ദൈവത്തോട് ആശ്രയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ വിഷമങ്ങൾക്കും ഒരു പരിഹാരവും ഒരു ആശ്വാസം ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. മറിച്ച് മനുഷ്യനിൽ നമ്മൾ ആശ്രയിക്കുമ്പോൾ നമുക്കൊരു താൽക്കാലികമായ സന്തോഷവും ആനന്ദവും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോഴും യാത്ര പോകുമ്പോഴും അല്ലെങ്കിൽ നമ്മുടെ വിഷമങ്ങൾ കേൾക്കുമ്പോഴൊക്കെ നമുക്ക് ഉണ്ടാവാമെങ്കിലും നമുക്കൊരു നല്ലൊരു ആവശ്യം വരുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഒരു മോശ അനുഭവം ഉണ്ടാകുമ്പോൾ
നമ്മളെ മനുഷ്യ സുഹൃത്തുക്കൾ കൈവടിയും എന്നുള്ള ഒരു വലിയ ചിന്ത നമുക്ക് ഈ രണ്ടാമത്തെ ചിന്തയിൽ നിന്നും മനസ്സിലാക്കിയെടുക്കണം. ഈ രണ്ട് ചിന്തകൾ നമുക്ക് പ്രധാനപ്പെട്ടതാണ്. ഈ രണ്ട് ചിന്തകൾ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താനായി പരിശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.